രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനലിലേക്ക് മുന്നേറി ചരിത്രം കുറിച്ചിരിക്കുകയാണ് കേരള ടീം. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയെ വീഴ്ത്തിയ വിദർഭയാണ് ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ. നാഗപ്പൂരിൽ ബുധനാഴ്ചയാണ് ഫൈനലിന് തുടക്കമാവുക. കേരളം ചരിത്രത്തിലെ ആദ്യ ഫൈനലിൽ ഇറങ്ങുമ്പോൾ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ കേരള ടീമിൽ തിരിച്ചെത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2019 കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ചരിത്രത്തിൽ സെമിയിലെത്തിയപ്പോൾ അന്ന് മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജു ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് വിദർഭയോട് തോറ്റു മടങ്ങേണ്ടി വന്നു. അതേസമയം പരിക്ക് മൂലം ക്വാർട്ടർ ഫൈനലിൽ നിന്നും സെമി ഫൈനലിൽ നിന്നും വിട്ടുനിന്നിരുന്ന സഞ്ജു സാംസൺ ഫൈനലിലും കളിക്കില്ല. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയ്ക്കിടെ ജോഫ്ര ആർച്ചറുടെ പന്തുകൊണ്ട് കൈവിരലിന് പരിക്കേറ്റ മലയാളി താരം സഞ്ജു സാംസൺ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഞ്ജുവിന് 1 മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. 5 ദിവസമാണ് ഫൈനലിൽ ശേഷിക്കുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് പരിക്കിൽ നിന്ന് പൂർണ്ണമായി മോചിതരാവാൻ കഴിയില്ല. താരത്തിന്റെ അഭാവം കേരളത്തിന് വലിയ വെല്ലുവിളിയാകില്ല എന്നാണ് വിലയിരുത്തൽ. ഈ സീസണിൽ രഞ്ജി മത്സരത്തിൽ കാര്യമായ സംഭാവന നൽകാൻ താരത്തിനായിരുന്നില്ല. ഏതായാലും ഫൈനൽ കടമ്പയും കടന്ന് കേരളത്തിന് കിരീടം നേടാനായാൽ രഞ്ജി ചരിത്രത്തിലെ കേരളത്തിന്റെ ആദ്യ കിരീടം കൂടിയാവും ഇത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.